ഹായ് ഓൾ. നമുക്ക് തോന്നും നമ്മുടെ കുട്ടികൾ ഇതൊന്നും റിയലൈസ് ചെയ്യില്ല, നമ്മുടെ കുട്ടികൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പുറത്തൊരു ചിരി ഇട്ടുകൊണ്ടല്ലേ ഡോക്ടറെ നടക്കുന്നത്, എങ്ങനെയാണ് അവനും മനസ്സിലാവുക എന്നൊക്കെ എന്നോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർക്കത് നന്നായിട്ട് തന്നെ മനസ്സിലാവും. എപ്പോഴും നമ്മുടെ ഒരു സിസ്റ്റമുണ്ട്, ടാക്റ്റൈൽ സിസ്റ്റം അല്ലെങ്കിൽ ദ ടച്ച് അല്ലേ. സോ നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടീനെ ഒന്ന് ഹഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവന് ഫുഡ് വാരി കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മൾ കളിക്കുമ്പോഴോ എല്ലാം നമ്മുടെ ടച്ചിലൂടെ പോലും നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് കുട്ടികളിലേക്ക് എത്തുകയാണ് ചെയ്യുക. സോ നമ്മൾ എപ്പോഴും സ്ട്രെസ്സിലേക്ക് ഇരിക്കുകയാണെങ്കിലോ നമ്മുടെ കുട്ടികൾ ഓൾറെഡി ചിലപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം. എപ്പോഴും അവിടെ നടക്കുക എന്താ, ഓൾവേസ് അവരുടെ ഉള്ളിലെ ഒരു അഡ്രിനാലിൻ റഷ് അല്ലെങ്കിൽ ആ സ്ട്രെസ് ഹോർമോൺ റഷ് എപ്പോഴും ഹൈ ആയിരിക്കും. അത് ഒന്ന് കോപ്പപ്പ് ചെയ്തെടുക്കണമെങ്കിൽ, അതൊന്ന് കുറച്ചെടുക്കണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളവിടെ ഒരു ഡീപ്പ് പ്രഷർ പോവുക, ഡീപ്പായിട്ട് ഹഗ് ചെയ്യാം, ഡീപ്പ് പ്രഷർ ചെയ്യാം. സോ അതെല്ലാം നമ്മുടെ ബോഡിയിൽ സിറോട്ടോണിൻ അല്ലെങ്കിൽ ഹാപ്പി ഹോർമോണിനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനും അവിടെ കുറച്ചുകൂടി അവരെ കാമാക്കാനും സ്ട്രെസ്സ് കുറയ്ക്കാനുമാണ് ഹെൽപ്പ് ചെയ്യുക. പക്ഷേ നമ്മൾ ഇത്രയും സ്ട്രെസ് ഇട്ടിട്ട് ഞാൻ എല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോഴോ, അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് മനസ്സിലാകുന്നുണ്ട്, ഓക്കെ നമ്മുടെ ഇമോഷൻസ് അങ്ങനെ തന്നെ മനസ്സിലാകുന്നില്ലായിരിക്കും, പക്ഷേ സംതിങ് ഈസ് നോട്ട് റൈറ്റ് എറൗണ്ട് മീ എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്കെല്ലാം മനസ്സിലാവും. സോ നമ്മൾ ഈ സെൽഫ് സ്റ്റിമുലേറ്ററി ആൻഡ് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒന്നും കണ്ട് ഒരിക്കലും വറീഡ് ആവേണ്ട കാര്യമല്ല. സോ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ട്രെയിനിങ് ആണ് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ സെൻസറി ഡയറ്റ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് മാറ്റിയെടുത്ത് അവരെ കറക്റ്റായിട്ട് ഒരു ഇൻഡിപെൻഡൻസിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. താങ്ക് യു.